കുറച്ച് നാളുകൾക്ക് മുമ്പ് വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട ഒരു പെൺകുട്ടി 2024 അവർ വിമാനത്താവളത്തിലേക്ക് എത്തുന്നതിനേക്കാൾ മുന്നേ കുഴഞ്ഞു വീണു. അവിടെ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ മരിക്കുകയും ചെയ്തു. അപ്പോൾ കണ്ടെത്തിയ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ തലേ ദിവസം അവർ അരളി എന്ന് പറയും, നമുക്കറിയാം അതൊരു വിഷമുള്ള ഒരു പൂവാണ്. അവർക്ക് ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച പ്രസാദത്തിൽ അരളിപ്പൂവിൻ്റെ ഒരു കഷ്ണമുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അവരത് കഴിക്കുകയും അവർ മരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ വാർത്ത വന്നതിന് ശേഷം കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ, അതായത് കൊച്ചി ദേവസ്വം ബോർഡും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മലബാർ ദേവസ്വം ബോർഡും അരളിപ്പൂവ് പ്രസാദത്തിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചു. അത് ഒരു സർക്കുലറായി പുറത്തു വരികയും ചെയ്തു. അതിനുശേഷം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഹിന്ദുത്വ ചാനൽ ഇതിനെക്കുറിച്ചുള്ളൊരു ഇൻ്റർവ്യൂ പ്രസിദ്ധീകരിച്ചു. ഈ ഇൻ്റർവ്യൂവിൽ ഡോക്ടർ KS രാധാകൃഷ്ണൻ എന്ന് പറയുന്ന പഴയൊരു VC, ഡോക്ടർ KS രാധാകൃഷ്ണൻ എല്ലാവർക്കും അറിയാം. നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്നു, ഇപ്പോൾ അദ്ദേഹം BJP-യിലാണ്. BJP-യുടെ ശക്തനായ വക്താവാണ്. അദ്ദേഹം ഉൾപ്പെടുന്ന ഒരു സംഘം ഈ പ്രശ്നം ചർച്ച ചെയ്തത് ഇങ്ങനെയാണ്: അരളിപ്പൂ സർക്കാർ നിരോധിച്ചിരിക്കുന്നു. കേരളത്തിൽ ഒരുപാട് കാലങ്ങളായിട്ട് ഷവർമ കഴിച്ച ആളുകൾ ധാരാളം മരിക്കുന്നുണ്ട്. ഇതുവരെയും ഷവർമ നിരോധിക്കാനായിട്ട് കേരള സർക്കാർ തയ്യാറായിട്ടില്ല.